നമസ്കാരം. വടക്ക് കിഴക്കൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലെ നിരവധി സ്ഥലങ്ങളുടെ പേര് മാറ്റാനുള്ള ചൈനയുടെ നീക്കത്തെ തള്ളിക്കളഞ്ഞ് ഇന്ത്യ. വടക്ക് കിഴക്കൻ സംസ്ഥാനം എല്ലായ്പ്പോഴും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി തുടരുമെന്ന യാഥാർത്ഥ്യത്തെ ചൈനയുടെ ഇത്തരം ബുദ്ധിശൂന്യമായ നീക്കങ്ങളാൽ തടയാനാകില്ല എന്നാണ് ഇന്ത്യ പറഞ്ഞത്. പേര് മാറ്റിക്കൊണ്ട് യാഥാർത്ഥ്യം മാറില്ല എന്നും ചൈനയുടെ പ്രവൃത്തി അസംബന്ധമാണെന്നും ഇന്ത്യ തിരിച്ചടിച്ചിട്ടുണ്ട്. ചൈനയുടെ നീക്കം തള്ളിക്കളയണമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അരുണാചലിലെ 15 മലകൾ, 2 നദികൾ, ഒരു തടാകം എന്നിവയുൾപ്പെടെ 27 സ്ഥലങ്ങൾക്ക് ചൈനീസ് പേരുകൾ നൽകിയ നടപടിയോടാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണമുണ്ടായിട്ടുള്ളത്. കൂടാതെ ചൈനയുടെ തന്നെ വാർത്താ ഏജൻസികളൊക്കെ ഇന്ത്യയിൽ നിന്നുള്ള അക്കൗണ്ടൊക്കെ കേന്ദ്ര സർക്കാർ ഇന്നലോടുകൂടി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ തുർക്കിയുടെ അടക്കം വാർത്താ ഏജൻസികളുടെ അക്കൗണ്ടുകളും എല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതായത് പാകിസ്ഥാനെ സഹായിക്കുന്ന, പാകിസ്ഥാനെ അനുകൂലിക്കുന്ന ഏതൊക്കെ രാജ്യത്തിന്റെ വാർത്താ ഏജൻസിയുടെ അക്കൗണ്ടുകൾ നമ്മുടെ ഇന്ത്യയിലുണ്ടോ അവരുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ഇന്ത്യ ഇപ്പോൾ ബ്ലോക്ക് ചെയ്യാനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ചൈനയുടെ ശ്രമങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്നുവെന്നും പേരുമാറ്റം കാരണം യാഥാർത്ഥ്യം മാറുന്നില്ല എന്നുമാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞത്. ഇത് 5ാം തവണയാണ് ചൈന അരുണാചലിലെ സ്ഥലങ്ങൾക്ക് പുതിയ പേര് നൽകുന്നത്. എന്നാൽ അരുണാചലിലെ ജനങ്ങൾ തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അരുണാചൽ പ്രദേശിലെ ജനങ്ങൾ ഇന്ത്യൻ പതാക മുറുകെ പിടിച്ചുകൊണ്ടാണ് ചൈനയുടെ ഈ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമായി അടിച്ചത്. हिंदुस्तान और पाकिस्तान में छेड़खानी हुआ, पाकिस्तानी ने हम हिंदुस्तानी वाला हमेशा शांति में रहना चाहता हूं और शांति में जीना चाहता हूं, लेकिन जब हमको छेड़खानी करता है तो हम किसी हद तक हम छेड़खानी को बर्दाश्त नहीं करता हूं। आगे भी इसी तरह की अगर करेगा, हम लोग आगे भी इसी तरह की अब हरकत करेगा पाकिस्तानी, आपको याद रखना है हम इसी तरह आपका घर में घुस के हमारा जो जवान आपको सबक। ചൈന അവകാശവാദം ഉന്നയിക്കുന്ന അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ ചൈനീസ് പേരുകളുടെ പട്ടിക ബീജിംഗ് വീണ്ടും പുറത്തിറക്കിയതിന് പിന്നാലെയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കിയത്. ഇന്ത്യൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങൾക്ക് പേരിടാനുള്ള വ്യർത്ഥവും അസംബന്ധമായതുമായ ശ്രമങ്ങൾ ചൈന തുടരുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടുവെന്നാണ് ചോദ്യത്തിന് മറുപടിയായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞത്. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യമായ ഭാഗമാണെന്നും എല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കുമെന്നും നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യത്തെ നാമകരണം മാറ്റിക്കൊണ്ട് മാറ്റാനാകില്ല എന്നുമാണ് ജയ്സ്വാൾ കൂട്ടിച്ചേർത്തത്. അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ പേര് ചൈന മാറ്റുന്നത് ഇതാദ്യമല്ല. 2024 30 പുതിയ സ്ഥലങ്ങളുടെ പേരുകൾ ഉൾപ്പെടുത്തി പട്ടിക പുറത്തിറക്കിയിരുന്നു. ആ സമയത്തും ഇന്ത്യ ശക്തമായി എതിർത്തു. സാങ്നാങ് എന്ന് അവർ പരാമർശിക്കുന്ന അരുണാചൽ പ്രദേശിന് മേലുള്ള തങ്ങളുടെ പ്രാദേശിക അവകാശവാദങ്ങൾ സ്ഥാപിക്കാൻ ചൈനീസ് സർക്കാർ ഭൂപടങ്ങളും അതോടൊപ്പം തന്നെ പ്രസ്താവനകളും പുറപ്പെടുവിക്കുന്നതിനൊപ്പം ഇത്തരം തന്ത്രങ്ങളും പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങൾക്ക് സ്വന്തം പേരുകൾ നൽകിയിട്ടുമുണ്ട്. ചൈനയുടെ ഭാഗമായ ടിബറ്റൻ പ്രവിശ്യയുടെ ഭാഗമാണ് അരുണാചൽ പ്രദേശ് എന്നാണ് അവരുടെ അവകാശവാദം. അരുണാചലിന്റെ ചില ഭാഗങ്ങൾ ടിബറ്റിന്റെ തെക്കൻ ഭാഗമാണെന്നാണ് ചൈന അവകാശപ്പെടുന്നത്. ഇന്ത്യയിലെ ഭരണാധികാരികളും മറ്റു നേതാക്കളും അരുണാചൽ പ്രദേശ് സന്ദർശിക്കുമ്പോൾ ചൈന വലിയ രീതിയിൽ ഒരു പ്രതിഷേധം ഉന്നയിക്കാറുമുണ്ട്. ഞങ്ങളുടെ നിലപാടിന് അനുസൃതമായി അത്തരം ശ്രമങ്ങളെ ഞങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകത്തിന്റെ ഭാഗമായി തന്നെ തുടരുകയും ഇപ്പോഴും അത് നിലനിൽക്കുമെന്ന് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം ഊന്നി പറയുന്നത്. ടിബറ്റിന്റെ തെക്കൻ ഭാഗമാണെന്ന് അയൽരാജ്യമായ അരുണാചൽ പ്രദേശ് അവകാശപ്പെടുന്ന ചില സ്ഥലങ്ങൾക്ക് ബീജിംഗ് ചൈനീസ് പേരുകൾ പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഈ പ്രതികരണം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ആക്രമണം നടത്തുന്ന സമയത്ത് ഇടയ്ക്കോടെ ഒരു ഓണത്തിന് ഒരു പുട്ടുകച്ചവടം എന്ന രീതിയിലാണ് ചൈന ഉടനെ പേര് മാറ്റാൻ വേണ്ടി നോക്കിയത്. അപ്പോൾ തന്നെ ഇന്ത്യ അഥവാ കേന്ദ്ര സർക്കാർ ഇതിനെ ഒരു പ്രതിരോധിക്കാൻ എത്തുന്നതിന് മുന്നേ തന്നെ അരുണാചൽ പ്രദേശിലെ ജനങ്ങൾ ഇന്ത്യയും പതാകയേന്തി ആ ചൈനയ്ക്കിടെ ആ നീക്കത്തിന് പൊളിച്ചടുക്കി അവരുടെ കൈ തന്നെ കൊടുത്തിട്ടുമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ചൈന ഇനി പേര് മാറ്റാനായിട്ട് എങ്ങാനോ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശിൽ കേന്ദ്ര സർക്കാരിനെക്കാട്ടും അവിടുത്തെ ജനങ്ങളായിരിക്കും വലിയൊരു പ്രതിഷേധവുമായി അധികം മുന്നിൽ നിൽക്കാൻ പോകുന്നത് എന്നതാണ് വസ്തുത.
ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.